മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്നാണ് നമ്മൾ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം മാത്രമല്ല, വേറെ കുറച്ചൊരു ഓർഗാനിസത്തിനെയും കൂടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് നമ്മളിവിടെ വളരെ കുറച്ച് മാത്രം നമുക്കത് മതി. അതിനെക്കുറിച്ച് കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം നോക്കാനുള്ളത് ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥമൊക്കെ വരുന്ന വാക്കാണ് അല്ലേ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്നും റെസ്പിറേഷനിൽ പറയുന്നില്ല, കാരണം സെല്ലുലാർ റെസ്പിറേഷൻ ഒക്കെ അതിനകത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ബ്രീത്തിങ്ങിനെ കുറിച്ചും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ എന്താണ് ഇവിടെ നടക്കുന്ന ഇൻസ്പിറേഷൻ, അതേപോലെ എക്സേലേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ചും ഒക്കെ മാത്രം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് ബ്രീത്തിങ് എന്താണെന്ന് നോക്കാം. Process of exchange of oxygen from the atmosphere with carbon dioxide produced by the cells is called breathing, commonly known as respiration. കോമൺ ആയിട്ട് നമ്മൾ അതിനെ റെസ്പിറേഷൻ എന്ന് പറയാറുണ്ട് അല്ലേ. അതായത് നമ്മുടെ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ബോഡിയിൽ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ടുണ്ട് അല്ലെങ്കിൽ സെൽസ് യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുത്തിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ നോക്കി, ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ വിത്ത് ദ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ് ഈസ് കോൾഡ് ബ്രീത്തിങ് ആൻഡ് കോമൺലി നോൺ ആസ് റെസ്പിറേഷൻ. സോ ഇനി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് നോക്കിയതിനു ശേഷം അതർ ഓർഗാനിസത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ റെസ്പിറേഷനും അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ അതർ ഓർഗാനിസത്തിലേക്ക് പോകുന്നുള്ളൂ. സോ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട്സ് വിത്ത് എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഓപ്പണിംഗ് ഔട്ട് അബവ് ദ അപ്പർ ലിപ്സ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടുന്നാണ്, നമ്മുടെ അപ്പർ ലിപ്സിൽ കാണപ്പെടുന്ന ഒരു ഓപ്പണിംഗ്. ഞാൻ പടം വരയ്ക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. സോ എനിക്ക് അത്രയ്ക്കൊന്നും വരയ്ക്കാൻ അറിയില്ല. സോ നമ്മുടെ ഈ ഓപ്പണിങ്ങിൽ, അത് നമ്മുടെ അപ്പർ ലിപ്സിൽ കാണുന്ന ഓപ്പണിങ്ങിൽ തുടങ്ങിയ രണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള നോസ്ട്രിൽസിൽ തുടങ്ങിയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. സോ അവിടെയല്ലല്ലോ, ഇവിടെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് ലീഡ്സ് ടു ദ നേസൽ ചേംബർ ത്രൂ ദ നേസൽ പാസേജ്. ദ നേസൽ ചേംബർ ഓപ്പൺസ് ഇൻ ടു ദി ഫാരിങ്സ്, എ പോർഷൻ വിച്ച് ഈസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എനർജി. നമ്മൾ ഓൾറെഡി ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഫാരിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. നമ്മുടെ നോസ്ട്രിൽസ് പിന്നീട് ഓപ്പൺ ചെയ്യുന്നത് നേസൽ ചേംബർ വഴി, നേസൽ പാസേജ് വഴി ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഫാരിങ്സ് റീജിയനിലേക്കാണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് ഈസോഫാഗസിന്റെയും അതേപോലെ നമ്മുടെ ട്രക്കിയുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണെന്ന് നമുക്ക് പറയാമില്ലേ. സോ അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആര് വരുന്നുണ്ട്, നമ്മുടെ ബക്കൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മുടെ നോസ്ട്രിൽസും ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള പാസേജ് വരുന്നതിനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇവിടെയൊന്നും അല്ല, കുറച്ചുകൂടെ വരും കേട്ടോ. എൻ്റെ പടം വരയ്ക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ആളാണ് പടം വരയ്ക്കുന്നതിൽ. ഞാൻ വരയ്ക്കുന്നതൊന്നും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കില്ല. സോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. സോ ഇവര് രണ്ടുപേരൂടെ ചേരുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സിനെ തുടർന്ന് ഇവിടെ ഈസോഫാഗസ് വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ വിൻ പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നോസ്ട്രിൽസ് തുടങ്ങി നേസൽ ചേംബർ തുടങ്ങി നേസൽ പാസേജിൽ നിന്ന് ഫാരിങ്സിലേക്ക് വരുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫാരിങ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ വിൻ പൈപ്പും ഈസോഫാഗസും ഒരേപോലെ അവിടെ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആരുണ്ട്, ഇതിനെ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു റീജിയൻ വരുന്നുണ്ട്. സോ ആ ഗ്ലോട്ടിസ് വഴി ഫുഡ് നമ്മുടെ വിൻ പൈപ്പിലേക്ക് ഇറങ്ങാതിരിക്കാൻ അവിടെ സഹായിക്കുന്ന ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരായിരുന്നു എപ്പി ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ വരെ പറഞ്ഞായിരുന്നോ? ഇല്ല.
the pharynx opens through the larynx region into the trachea. അപ്പം നമ്മുടെ ഫാരിങ്സ് ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു ലാരിങ്സ് റീജിയൻ വരുന്നുണ്ട്. എന്താണ് ലാരിങ്സ് റീജിയൻ എന്ന് പറയുന്നത്? ലാരിങ്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ലാരിങ്സ് is a cartilaginous box which helps in sound production and hence called the sound box or voice box. അപ്പം ലാരിങ്സ് ത്രൂ ആണ് ട്രക്കിയയിലേക്ക് ഫാരിങ്സ് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. സോ ലാരിങ്സ് എന്ന് പറയുന്നത് ഒരു കാർട്ടിലേജിനസ് ബോക്സ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതാണ് സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നത്. അതുകൊണ്ട് അതിനെ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് വിളിക്കുന്നു. സോ അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോ ഇത് ഇവിടെ ഏകദേശം ഞാനത് വരയ്ക്കുന്നില്ല. ലാരിങ്സ് ഫാരിങ്സിനെ തുടർന്ന് വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ട്രക്കിയ വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഡ്യൂറിങ് swallowing glottis can be covered by a thin elastic cartilaginous flap like structure called epiglottis to prevent the entry of food into the larynx. ഇത് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ ലാരിങ്സ് അല്ലെങ്കിൽ വിൻ പൈപ്പ് റീജിയനിലേക്ക് നമ്മുടെ ഫുഡ് പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഗ്ലോട്ടിസ് റീജിയനെ കവർ ചെയ്യുന്ന ആ ഒരാളെയാണ് നമ്മൾ വിളിക്കുന്നത്, ആ ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഡൈജഷൻ പാർട്ടിലും ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ട്രക്കിയ ഈസ് എ സ്ട്രൈറ്റ് ട്യൂബ് എക്സ്റ്റെൻഡിങ് അപ് ടു ദി മിഡ് thoracic cavity which divides at the level of fifth thoracic vertebrae into the right and left primary bronchi. ഓക്കെ, അപ്പൊ ഫിഫ്ത്ത് thoracic vertebrae എടുത്തപ്പോൾ നമ്മുടെ ട്രക്കിയ, ഓക്കെ, നമ്മുടെ ഈ പടം തന്നെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരെ നമ്മുടെ ട്രക്കിയ താഴേക്ക് തന്നെ വരുന്നുണ്ട് അല്ലേ? നോസ്ട്രൽസ് തുടങ്ങി ഫാരൻസ് കഴിഞ്ഞ് ട്രക്കിയ താഴേക്ക് വരുമ്പോൾ ട്രക്കിയ എന്ത് ചെയ്യുന്നു? പ്രൈമറി ബ്രോങ്കി ആയിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്രൈമറി ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇത് നമ്മുടെ ഫിഫ്ത്ത് thoracic ക്യാവിറ്റിക്ക് ഫിഫ്ത്ത് thoracic vertebrae എടുത്തു വെച്ചിട്ടാണ് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മുടെ thoracic ക്യാവിറ്റി നമുക്കറിയാലോ. എന്റെ പിക്ചർ കണ്ടിട്ട് നിങ്ങൾ ആരും ഇത് ചെയ്യരുത്. നമ്മുടെ ഇവിടെ മുതൽ ഇവിടെ വരുന്ന ആ ഒരു ഡയഫ്രം വരെ വരുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ thoracic region എന്ന് പറയുന്നത്. സോ അവിടെ കാണുന്ന ക്യാവിറ്റിക്ക് thoracic cavity എന്ന് പറയും. അപ്പൊ മിഡ് thoracic cavity, അതായത് thoracic cavityയുടെ ഏകദേശം നടുക്ക് വെച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് thoracic vertebrae എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മുടെ ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്രൈമറി ബ്രോങ്കി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, ട്രക്കിയ ഈസ് എ സ്ട്രൈറ്റ് ട്യൂബ് എക്സ്റ്റെൻഡിങ് അപ് ടു ദ മിഡ് thoracic cavity which divides at the level of fifth thoracic vertebrae into right and left primary bronchi. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കി ആയിട്ട് വരുന്ന ആളാണ് നമ്മുടെ ട്രക്കിയ എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാരിങ്സ് എന്ന് പറയുന്നത്. ഇതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ സാധനമാണ് ട്രക്കിയ. ഈ താഴോട്ട് പോകുന്ന റെഡ് ആണ് ട്രക്കിയ എന്ന് പറയുന്നത്. ഈ ട്രക്കിയ ഇങ്ങോട്ട് വന്നിട്ട് ഫിഫ്ത്ത് thoracic ക്യാവിറ്റിയുടെ അടുത്ത് വെച്ച് രണ്ടായിട്ട് പ്രൈമറി ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. So next നോക്കിയേ, each bronchi undergoes repeated divisions to form the secondary and tertiary bronchi and bronchioles and ending up in very thin terminal bronchioles. സോ ഈ പ്രൈമറി ബ്രോങ്കി നമ്മൾ പറഞ്ഞു ഇവിടെ വെച്ച് ഇങ്ങനെ വന്നു, ട്രക്കിയ വന്നു, രണ്ടായി. ഇത് പ്രൈമറി ബ്രോങ്കി എന്ന് വിളിക്കുന്നു. ഈ പ്രൈമറി ബ്രോങ്കി വീണ്ടും ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി ബ്രോങ്കി ആവുന്നു. സെക്കൻഡറി ബ്രോങ്കി വീണ്ടും ഡിവൈഡ് ചെയ്ത് ടെർഷ്യറി ബ്രോങ്കിയോൾസ് ആയി മാറുന്നു. ഫൈനലി വെരി തിൻ ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇങ്ങനായി ടെർമിനൽ ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് സാധനം. ഇത് പ്രൈമറി ബ്രോങ്കി, പ്രൈമറി വീണ്ടും സെക്കൻഡറി, ടെർഷ്യറിയും പിന്നെ ലാസ്റ്റ് ബ്രോങ്കിയോൾസ്, വെരി തിൻ ആയിട്ടുള്ള ബ്രോങ്കിയോളസുമായിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ട്രക്കിയ primary, secondary and tertiary bronchi and initial bronchioles are supported by incomplete cartilaginous rings. Okay, അപ്പോൾ നമ്മുടെ ട്രക്കിയ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു റിംഗ് സ്ട്രക്ചർ കാണുന്നുണ്ടോ?
ഈ റിങ് പോലത്തെ സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ റിങ് പോലത്തെ സ്ട്രക്ചർ വഴി നമ്മുടെ പ്രൈമറി ബ്രോങ്കെ, അതേപോലെ ട്രക്കിയ, പ്രൈമറി ബ്രോങ്കെ, അതേപോലെ സെക്കൻഡറി ബ്രോങ്കെ, ടെർഷ്യറി ബ്രോങ്കെ ആൻഡ് ഇനിഷ്യൽ ബ്രോങ്കിയോൾസ്. ഫൈനൽ അല്ല, ആദ്യത്തെ സ്റ്റേജിലുള്ള, അതായത് ആ ഡിവിഷൻ ഇങ്ങനെ നടന്നു പോകുന്നത് ഇങ്ങനെ. ഇതാണ് നമ്മുടെ ലങ്സ് എങ്കിൽ ഇത് ലങ്സ്. സോ ഇവിടെ പ്രൈമറി ബ്രോങ്കെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വരുമ്പം ഈ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബ്രോങ്ക്യൂൾസ് വരെ ഇങ്ങനെ കവർ ചെയ്താണ് കാണപ്പെടുന്നത്. സപ്പോർട്ടഡ് ബൈ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ് വഴി നമ്മുടെ ട്രക്കിയെയും പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഇനിഷ്യൽ ബ്രോങ്ക്യൂൾസിനെയും സപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഈച്ച് ടെർമിനൽ ബ്രോങ്കി ഗിവ് റൈസ് ടു എ നമ്പർ ഓഫ് വെരി തിൻ ഇറഗുലർ വാൾഡ് ആൻഡ് വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ആൽവിയോളെ. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ലങ്സ്, ഇത് നമ്മുടെ ലങ്സ്. ഓക്കെ, ഇങ്ങനെ പ്രൈമറി ബ്രോങ്കെ വന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ പ്രൈമറി ബ്രോങ്കെ സെക്കൻഡറി ആയി, സെക്കൻഡറി പിന്നെ ടെർഷ്യറി ആയി, ടെർഷ്യറി പിന്നെ എന്തായി, ബ്രോങ്കിയോളസ് ഒക്കെ ആയിട്ട് മാറി. ഈ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ട്രക്കിയ എല്ലാം കവർ ചെയ്ത് പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കാർട്ടിലേജിനസ് റിങ് വഴി കവർ ചെയ്ത് കാണുന്നുണ്ടെന്നും പറഞ്ഞു. ഇനി ഈ ബ്രോങ്കിയോളസ് എൻഡ് ചെയ്യുന്നത് തിൻ ആയിട്ടുള്ള ഒരു വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ബാഗ് ലൈക്ക് സ്ട്രക്ചറിലാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആൽവിയോളെ. ഓക്കെ ആണോ? അതിനെ എന്ത് പറയും? ആൽവിയോളെ എന്ന് പറയും. ഈച്ച് ടെർമിനൽ ബ്രോങ്കിയോളെ give rise to a number of very thin irregular walled and vascularized bag like structure called alveoli. ഓക്കെ, ഈ ആൽവിയോളയുടെ റോൾ എന്താണെന്ന് പറയും. ഈ ആൽവിയോളയാണ് ശരിക്കും നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്ന ഈ ആൽവിയോളെ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ്. സോ ഏറ്റവും എൻഡ് പോർഷൻ, നമ്മുടെ ട്രക്കിയയുടെ ഏറ്റവും എൻഡ് പോർഷൻ ആണ് ഈ ആൽവിയോളെ എന്ന് നമുക്ക് പറയാം. സോ ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക്. സോ ഇനി നമ്മൾ നമ്മുടെ ലങ്സിനെ പറ്റിയാണ് പറയുന്നത്. ശരിക്കും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ പറ്റി പറഞ്ഞു, ഇനിയാണ് ലങ്സിനെ പറ്റി പറയുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് നോസ്ട്രിൽസ് ആണ്. നെക്സ്റ്റ് നേസൽ ചേംബർ, നേസൽ പാസേജ് വഴി, ഫാരിങ്സ് വഴി, ട്രക്കിയ വഴി, പ്രൈമറി ബ്രോങ്കിയോ, ട്രക്കിയ വഴി ട്രക്കിയ പിന്നീട് ഡിവൈഡ് ചെയ്ത് പ്രൈമറി ബ്രോങ്കിയോളായി എവിടേക്കാണ് എൻട്രി ചെയ്യുന്നത്? നമ്മുടെ ലങ്സിനുള്ളിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഇനി നമ്മുടെ ലങ്സിനെ പറ്റിയാണ് പറയുന്നത്. ലങ്സ് എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കിയോൾസ് ആൻഡ് ആൽവിയോളെ കംപ്രൈസ് ദ ലങ്സ്. അവിടെ എന്തൊക്കെയുണ്ട്? ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കെ ഉണ്ട്, ബ്രോങ്കിയോൾസ് ഉണ്ട്, അതേപോലെ ആൽവിയോളയും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ലങ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ദേ ആർ കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് പ്ലൂറ വിത്ത് പ്ലൂറൽ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദം. ഇവിടെ നമ്മുടെ ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ കാണുന്ന ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ, നമ്മുടെ ലങ്സിനെ കവർ ചെയ്ത് വരുന്ന ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിനെ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരിക്കും. ലങ്സിനെ കവർ ചെയ്ത് വരുന്ന ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലൂറ എന്ന് പറയുന്നത്. ഇതൊരു ഡബിൾ ലെയർഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഡബിൾ ലെയർഡ് ആയതുകൊണ്ട് ഈ ലെയറിനുള്ളിൽ എന്തുണ്ട്? പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, ഈ so they are covered by a double layered pleura with pleural fluid between them. It reduces friction on the lung surface. നമ്മുടെ ബോഡി എവിടെയെങ്കിലും പോയി ഇടിക്കുക, നമ്മുടെ ഈ പറയുന്ന റിബ്സും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫ്രിക്ഷൻ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ പ്ലൂറൽ മെംബ്രെയിനും അതിനകത്തുള്ള പ്ലൂറൽ ഫ്ലൂയിഡുമാണ്. ഈ ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ആരുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലാണ് വരുന്നത്? Close contact with the thoracic line where the inner pleural membrane is in contact with the lung surface. നമുക്കറിയാം ഇപ്പൊ ഡബിൾ ലെയർഡ് ആണുള്ളെങ്കിൽ ഇത് ലങ് ആണെങ്കിൽ, ഇത് ലങ്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓക്കെ, ഇത് നമ്മുടെ ലങ്സ്.
ഓക്കെ, ലങ്സ് ഇങ്ങനെ വന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ വെച്ച് കവർ ചെയ്ത് വരുമ്പോൾ ഈ കവറിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, തൊറാസിക് ക്യാവിറ്റിയുമായിട്ടായിരിക്കും ക്ലോസ് കോണ്ടാക്ട് വരുന്നത് അല്ലേ. ഇതാണ് ഇതിന്റെ ഔട്ടർ സർഫസ് വരുന്നത്. ഈ ഔട്ടർ സർഫസ് തൊറാസിക് ക്യാവിറ്റിയുമായിട്ടും അതേപോലെ ഇതിന്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത്, അല്ലെ ഈ ഉൾവശം എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിന്റെ ഔട്ടർ മെമ്പറൈനുമായിട്ടായിരിക്കും ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത്. The lungs are situated in the thoracic chamber which is anatomically airtight ചേംബർ ആയിരിക്കും. എവിടെയാണ് വരുന്ന ലങ്സ്? നമ്മുടെ തൊറാസിക് റീജിയൻ ആണ്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ കഴുത്തിന്റെ താഴ്വശം മുതൽ നമ്മുടെ ഡയഫ്രം വരുന്ന വരെയുള്ള ഭാഗത്തിനെയാണ് തൊറാസിക് ചേംബർ എന്ന് പറയുന്നത്. അവിടെ കാണുന്ന എയർ ടൈറ്റ് ചേംബറിനെയാണ് നമ്മൾ ലങ്സ് എന്ന് പറയുന്നത്. ലങ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ പ്രൈമറി ബ്രോങ്കി, ബ്രോങ്കിയോൾസും അതേപോലെ തന്നെ ആൽവിയോളയും കൂടെ വരുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തൊറാസിക് ചേംബർ, അതായത് തൊറാസിക് ചേംബർ നമ്മുടെ ലങ്സ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. ഏകദേശം നമ്മുടെ ലങ്സ് കാണുന്ന തൊറാസിക് ചേംബറിൽ ഫിഫ്ത്ത് വെർട്ടിബ്രേഡ് എടുത്ത് വെച്ച് പ്രൈമറി ബ്രോങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്ന ആ ഒരു ഏരിയ ആണ് ലങ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ലങ്സിന്റെ എക്സാക്ട് ആയിട്ടുള്ള പൊസിഷൻ നോക്കുകയാണെങ്കിൽ തൊറാസിക് ചേംബർ ഈസ് ഫോംഡ് ഡോർസലി ബൈ ദ വെർട്ടിബ്രൽ കോളം. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിൽ. അതേപോലെ വെൻട്രലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ആ ലോങ് ആയിട്ടുള്ള ആ ഒരു ബോണിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേണം. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റേണത്തിനുള്ളിൽ, പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാരിയലുകൾ കൂടെ, അല്ലെങ്കിൽ വാരിയൽ അല്ലെങ്കിൽ നമ്മുടെ വാരിയൽ അല്ല, വെർട്ടിബ്രൽ കോളം നമ്മുടെ നട്ടലിന്റെ ഉള്ളിലായിട്ട്, അതേപോലെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ സ്റ്റേണത്തിനുള്ളിലായിട്ട്, അതേപോലെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാറ്ററലി ബൈ ദ റിബ്സ്, ഇവിടെയാണെങ്കിൽ റിബ്സ് കൊണ്ട് കവർ ചെയ്തും, അതേപോലെ ലോവർ സൈഡിൽ നോക്കുമ്പോൾ ഡയഫ്രം കൊണ്ട് കവർ ചെയ്തും, അല്ലെങ്കിൽ ഇത്രയും ഭാഗത്തിനുള്ളിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ലങ്സ് വരുന്നത്. സോ ബാക്ക്വേർഡിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡോർസലി by the vertebral column, ventrally by the sternum, laterally by the ribs and on the lower side by the dome-shaped diaphragm. ഇവിടെയാണ് thoracic chamberൽ നമ്മുടെ, അല്ലെ thoracic chamber എന്ന് പറയുന്നത് ഇത്രയുമാണ് അല്ലേ. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ vertebral column, ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ sternum, ഇവിടെ റിബ്സും താഴെ വരുന്ന ഡയഫ്രം ഏരിയ ആണ് നമ്മൾ thoracic chamber എന്ന് പറയുന്നത്. ഈ thoracic chamberനുള്ളിലാണ് നമ്മുടെ ലങ്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ശരിക്കും നമുക്ക് രണ്ട് പാർട്ടായിട്ട് പഠിക്കാം. ഓക്കെ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം രണ്ട് പാർട്ടായിട്ട് പഠിക്കാം. ഒന്ന്, ഒരു കണ്ടക്ടിങ് പാർട്ടും ഉണ്ട്, അതേപോലെ രണ്ടാമത്തെ ഒരു എക്സ്ചേഞ്ച് പാർട്ടും ഉണ്ട്. അപ്പൊ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടക്ടിങ് പാർട്ട് ആൻഡ് റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത്. സോ കണ്ടക്ടിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ നിന്നാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നോസ്ട്രിൽസിൽ നിന്നാണ്. നോസ്ട്രിൽസ്, നേസൽ ചേംബർ, നേസൽ പാസേജ്, നെക്സ്റ്റ് ഫാരിങ്സ്, അത് കഴിഞ്ഞിട്ട് ട്രക്കിയ, പ്രൈമറി ബ്രോങ്കെ, അത് കഴിഞ്ഞ് സെക്കൻഡറി ബ്രോങ്കെ, ടെർഷറി ബ്രോങ്കിയോൾസ്, ഇനിഷ്യൽ ബ്രോങ്കിയോൾസ് കഴിഞ്ഞിട്ട് ടെർമിനൽ ബ്രോങ്കിയോൾ വരെ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നോസ്ട്രിൽസ് ടു ടെർമിനൽ ബ്രോങ്കിയോൾ വരെ വരുന്നുണ്ട് അല്ലേ, ബ്രോങ്കിയോൾ വരെ വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേനോ ആൽവിയോളെ എന്ന് പറയുന്ന ഭാഗം നമ്മളിവിടെ എടുക്കുന്നില്ല. ആൽവിയോളെ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ടിലാണ് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ടിലാണ് നമ്മുടെ ആൽവിയോളെ വരുന്നത്. അതിന്റെ ഭാഗമാണ് ആൽവിയോളെ ആൻഡ് ദെയർ ഡക്റ്റ്. ആൽവിയോളെ ആൻഡ് ഡക്റ്റും വരുന്നത് എവിടെയാണ്? റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ടിലും. കണ്ടക്ടിങ് പാർട്ട് വരുന്നത് നോസ്ട്രിൽസ് ടു നമ്മുടെ ടെർമിനൽ ബ്രോങ്കിയോൾ വരെയാണ്. സോ എന്താണ്, വാട്ട് ഈസ് ദി റോൾ ഓഫ് ദിസ് കണ്ടക്ടിങ് പാർട്ട്? കണ്ടക്ടിങ് പാർട്ട് എന്ത് റോളാണ് കൈകാര്യം ചെയ്യുന്നത്? ശരിക്കും നമുക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ, റെസ്പിറേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അപ്പം അവിടെ ശരിക്കും ഈ എക്സ്ചേഞ്ച് നടക്കുന്ന ആൽവിയോളയിലാണെന്നും പറഞ്ഞു. പിന്നെ കണ്ടക്ടിങ് പാർട്ടിന്റെ ആവശ്യം എന്താ? അപ്പൊ ഈ കണ്ടക്ടിങ് പാർട്ടാണ് ഈ പുറത്തു നിന്നുള്ള ഓക്സിജനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആൽവിയോളയിൽ എത്തിക്കുന്നു. അതേ ആൽവിയോളയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നതും. ദ പാർട്ട് starting with the external nostrils up to the
terminal bronchiole constitute the conducting part. The main function of the conducting part is transport of atmospheric air to the alveoli. ഇല്ലേ, ഓക്സിജനെ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നും നമ്മുടെ ആൽവിയോളയിലേക്ക് എത്തിക്കുന്നു. അതൊരു റോളാണ്. നെക്സ്റ്റ്, ക്ലിയേഴ്സ് ഇറ്റ് ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. ഫോറിൻ പാർട്ടിക്കിൾസിൽ നിന്ന് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് എയറിനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ പാർട്ടിക്കിൾസിൽ നിന്ന് അരിച്ചാണ് നമ്മുടെ ബോഡിയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നു പറയാം. നമ്മുടെ നോസ്ട്രിൽസിലൊക്കെ കാണുന്ന, നമ്മുടെ മൂക്കിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ ഇല്ലേ, അതുവഴി നമുക്ക് പുറമേ നിന്നുള്ള എന്താണ് പൊടിപടലങ്ങളെയൊക്കെ അരിച്ചതിന് ശേഷം മാത്രം നമ്മുടെ നോസ്ട്രിൽസിലേക്ക് എത്തിക്കുക. അതേപോലെ നമ്മുടെ നേസൽ പാസേജിലൊക്കെ കാണപ്പെടുന്ന മ്യൂക്കോസും ഒക്കെ അതിനെ സഹായിക്കുന്നുണ്ട് ഈ പൊടിപടലങ്ങളെയൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് ദി എയർ, ഈ പുറമേ നിന്നുള്ള എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്യുന്നു. അതേപോലെ ബ്രിങ്സ് ദ എയർ ടു ബോഡി ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചറിനനുസരിച്ച് ഈ പറയുന്ന എയറിനെ മാറ്റുക. ഇത് ഇത്രയുമാണ് നമ്മുടെ കണ്ടക്ടിങ് പാർട്ട് ചെയ്യുന്നത്. അപ്പൊ കണ്ടക്ടിങ് പാർട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, transport of atmospheric air to the alveoli, അതേപോലെ clears it from foreign particles, humidification of the humidification of the air brings the air to ബോഡി ടെമ്പറേച്ചർ. ഇത് ഇത്രയുമാണ് കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടിങ് പാർട്ട് എവിടെ മുതലാണ്, നോസ്ട്രിൽസ് ടു ടെർമിനൽ ബ്രോങ്കിയോൾ വരെയാണ് വരുന്നത്. ഇനി ആൽവിയോളെ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് പാർട്ടിന്റെ ഭാഗമാണ്. അപ്പൊ റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ടിൽ ദ ആൽവിയോളെ ആൻഡ് ദിയർ ഡക്ട്സ് ഫ്രം ദ റെസ്പിറേറ്ററി form the respiratory or exchange part of the respiratory system. Exchange part is the site of actual diffusion of oxygen and carbon dioxide. ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ശരിയായ ഡിഫ്യൂഷൻ നടക്കുന്ന പാർട്ടാണ് എക്സ്ചേഞ്ച് പാർട്ട് എന്ന് നമുക്ക് പറയാം. Okay, exchange part is the site of actual diffusion of oxygen and carbon dioxide between blood and atmospheric air. Next, respiration involves the following steps. Okay, റെസ്പിറേഷനിൽ ശരിക്കും താഴെ വരുന്ന സ്റ്റെപ്പുകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് എന്താണ്, ബ്രീത്തിങ് ഓർ പൾമോണറി വെന്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ബ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റീച്ച് ആൽവിയോളാർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ഇല്ലേ, എന്താണ് നമ്മുടെ ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമോണറി വെന്റിലേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയറിൽ റിച്ച് ആയിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും നമ്മുടെ ഉള്ളിൽ കൂടുതലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറമേക്ക് കളയുന്നതിനുമാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതാണ് റെസ്പിറേഷന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതോ, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ദ ആൽവിയോളാർ മെമ്പറൈൻ. ആൽവിയോളയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്വീകരിച്ച ഓക്സിജനെ ബ്ലഡ് വെസൽസിന് കൊടുത്തിട്ട് അതേപോലെ ബ്ലഡ് ക്യാപിലറീസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, ആൽവിയോളെ സ്വീകരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ഇത് ആൽവിയോളെ ആണെങ്കിൽ ആൽവിയോളയിൽ റിച്ച് ആയിട്ടുള്ള ഓക്സിജനെ ബ്ലഡിലെ ക്യാപിലറീസിന് കൊടുത്തിട്ട് ക്യാപിലറീസിൽ റിച്ച് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. ഓക്കെ, ആൽവിയോളയ്ക്കുള്ളിലേക്ക് സ്വീകരിക്കുന്നു. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് oxygen and carbon dioxide across alveolar membrane. Next, transport of gases by the blood. Okay, അപ്പോൾ ഈ പറയുന്ന ഓക്സിജനെ നമ്മുടെ ട്രക്കിയ വഴി പുറത്തേക്ക് കളയുന്നുണ്ട്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രക്കിയ ത്രൂ പുറത്തേക്ക് കളയുന്നു. ഓക്സിജനെ എന്ത് ചെയ്യുന്നു, നേരെ ബ്ലഡ് വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡി അല്ലെങ്കിൽ സെൽസിലേക്ക് കൊണ്ടുപോകുന്നു. സോ നെക്സ്റ്റ്, യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇവിടുന്ന് നമ്മുടെ ഓക്സിജൻ ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ എവിടേക്ക് പോയി, ബ്ലഡിലേക്ക് പോയി. ഈ ബ്ലഡിൽ നിന്ന് നേരെ സെൽസിലേക്ക് പോയി. സെൽസിൽ വെച്ച് ഈ ഓക്സിജൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ the cells for catabolic reactions, energy breakdown reactionsന് വേണ്ടിയിട്ട് ഈ ഓക്സിജനെ യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരികെ ബ്ലഡിലേക്ക് തന്നെ കൊടുക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പിന്നെയും എന്ത് ചെയ്യും, നേരെ നമ്മുടെ
ബ്ലഡ് വെസൽസ് വഴി ആൽവിയോളയിലേക്ക് എത്തിക്കുകയും ആൽവിയോളയിൽ നിന്ന് പിന്നീട് ട്രക്കിയ വഴി പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. ഇത് ഇത്രയുമാണ് റെസ്പിറേഷനിൽ ഉണ്ടാകുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. അപ്പൊ ഇത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. അതിന് ആൽവിയോളയ്ക്കുള്ളിലേക്ക് ട്രക്കിയ വഴി വരുന്നു. ഈ ട്രക്കിയ വഴി ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ എക്സസ് ആയിട്ടുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളയിലേക്കും കൊടുക്കുന്നു. ആൽവിയോളയിൽ നിന്ന് അത് നേരെ ട്രക്കിയ വഴി അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് പോകുന്നു. പിന്നീട് ഈ ഓക്സിജന് ബ്ലഡ് സ്ട്രീം വഴി നേരെ സെൽസിലേക്ക് എത്തിക്കുകയും സെൽസ് അവിടെ സെല്ലുലാർ റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുകയും ഓക്സിജനെ യൂസ് ചെയ്തിട്ട് റെസ്പിറേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ബ്ലഡ് സ്ട്രീം വഴി വീണ്ടും ആൽവിയോളയിലേക്ക് എത്തുന്നു. ആൽവിയോളയിൽ നിന്ന് ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഇത് ഇത്രയുമാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷന്റെ പാർട്സ് അല്ലെങ്കിൽ റെസ്പിറേഷനിലുള്ള സ്റ്റെപ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. ഇതാണ് ശരിക്കും ഇതിന്റെ പരമപ്രധാനമായ കാര്യം. നമ്മൾ ഡൈജഷൻ പഠിച്ചപ്പോൾ അബ്സോർപ്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആണ് ശരിക്കും എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെയാണ് ശരിക്കും ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ബോഡിക്ക് ഓക്സിജനെ കിട്ടത്തുള്ളൂ. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഒരാളാണ്, അയാളെ പുറത്തേക്കും കളയുന്നത്. So exchange of gases, alveoli are the primary site of exchange of gases. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? Exchange of gases also occur between blood and tissues. Oxygen and carbon dioxide are exchanged in these sites by simple diffusion. ഇവിടെയൊക്കെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൈമാറ്റം ചെയ്യപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. അവിടെ പ്രത്യേകിച്ച് എനർജി ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. മെയിൻലി ബേസ്ഡ് ഓൺ പ്രഷർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. മെയിൻലി പ്രഷർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ അല്ലെങ്കിൽ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ അല്ലെങ്കിൽ അതിനെ അനുസരിച്ചാണ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ടിഷ്യൂസിലും അതേപോലെ ആൽവിയോളയിലും കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലേ? അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. നമ്മൾ പറഞ്ഞു സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇതിനെ ഏതൊക്കെ കാരണങ്ങൾ അഫക്റ്റ് ചെയ്യാം? ഈ കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ? അതിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാരണങ്ങൾ ഒന്ന് സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസസ് ആണ് അല്ലേ? ഗ്യാസസിന്റെ സോലിബിലിറ്റി ആണ്. അതേപോലെ തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ ഇൻവോൾവ്ഡ് ഇൻ ഡിഫ്യൂഷൻ. ഇത് രണ്ടും എന്ത് ചെയ്യാം? ഒരുപാട് തിക്കായിട്ടുള്ള മെംബ്രെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത് ഈ ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ, പാടായിരിക്കും. അങ്ങനെ സോലിബിലിറ്റിയുടെ ബേസിസിലും എന്താണ് ഈ ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പ്രശ്നങ്ങൾ വരാം. സോ ഇതിനെ നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് solubility of gases അതേപോലെ thickness of the exchange membrane ആണ്. Okay, thickness of the membrane involved in diffusion. Then the solubility of the carbon dioxide is 20 to 25 times higher than that of oxygen. ഓക്സിജനേക്കാൾ 20 മുതൽ 25 മടങ്ങ് കൂടുതലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ solubility എന്ന് പറയുന്നത്. The amount of carbon dioxide that can diffuse through the diffusion membrane per unit difference in partial pressure is much higher compared to that of oxygen. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന് ഓക്സിജനേക്കാൾ കൂടുതൽ സോലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജനേക്കാൾ സ്പീഡിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലബിലിറ്റി അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിക്യൂസ് ചെയ്യും. സോ solubility of carbon dioxide is 20 to 25 times higher than that of oxygen. The amount of carbon dioxide that can diffuse through the diffusion membrane per unit difference in partial pressure is much higher than like carbon dioxide ഓക്സിജനേക്കാൾ കൂടുതൽ solubility ആർക്കുണ്ട്? ഓക്സിജനേക്കാൾ കൂടുതൽ solubility നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനുണ്ടെന്ന് പറയാം. ഇങ്ങനെ എഴുതാം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിന് ഉണ്ടെന്ന് പറയാം. സോ ഇനി
നമ്മുടെ ഡിഫ്യൂഷൻ മെമ്പറൈൻ, നമ്മൾ കുറേ നേരമായിട്ട് ഡിഫ്യൂഷൻ നടക്കുന്ന മെമ്പറൈന് തിക്നെസ് കൂടുതലാണെങ്കിൽ ഡിഫ്യൂഷൻ നടക്കില്ല. നമ്മുടെ ഗ്യാസസിന്റെ സോലിബിലിറ്റിക്ക് അനുസരിച്ചാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഈ ഡിഫ്യൂഷൻ മെമ്പറൈൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളയിൽ കാണുന്ന ആൽവിയോളയുടെ ഏരിയയിൽ കാണുന്ന ഭാഗങ്ങളാണ് ഈ ഡിഫ്യൂഷൻ മെമ്പറൈൻ എന്ന് നമ്മൾ ഈ പറയുന്ന ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ പർട്ടിക്കുലർ ഒരു പോയിന്റ് വെച്ച് അല്ലെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്നത്. സോ ഡിഫ്യൂഷൻ മെമ്പറൈൻ, ദ ഡിഫ്യൂഷൻ മെമ്പറൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 മേജർ ലെയേഴ്സ്. മെയിൻലി ഏതായിരിക്കും, നമ്മുടെ ആൽവിയോളയ്ക്കും ബ്ലഡ് കാപ്പിലറീസിനും ഇടയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ അവിടെ 3 ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് പാർട്ടിൽ വരുന്നത്. ഒന്നാമത്തെ എന്തായിരിക്കും, ഒന്നാമത്തെ ഉറപ്പായിട്ടും ആൽവിയോളാർ ക്യാവിറ്റിയുടെ എന്താണ് എപ്പിത്തീലിയൽ സെൽസ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ദ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളെ. ഇതാണ് തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളെ ആണ് ഒന്നാമത്തെ എക്സ്ചേഞ്ചിങ് മെമ്പറൈൻ എന്ന് പറയുന്നത്. ഈ സാധനം ഞാൻ വരച്ച് കൊളവാക്കണം. ഓക്കെ, ഈ ഒരു മെമ്പറൈൻ അതാണ് നമ്മുടെ ആൽവിയോളയുടെ എപ്പിത്തീലിയൽ മെമ്പറൈൻ. രണ്ടാമത് വരുന്നത് എന്താണ്, ദ എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറീസ്. ആൽവിയോളയിലൂടെ പോകുന്ന ബ്ലഡ് കാപ്പിലറീസിന്റെ എൻഡോത്തീലിയവും അതിനകത്ത് വരുന്ന ഒരു മെമ്പറൈൻ ആണ്. ഓക്കെ, എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറീസ്. അതേപോലെ ബേസ്മെന്റ് മെമ്പറൈൻ, ബേസ്മെന്റ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിനിടയിലുള്ള ബേസ്മെന്റ് സബ്സ്റ്റൻസും ഈ പറയുന്ന എന്തിനു സഹായിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആൽവിയോളാർ മെമ്പറൈന്റെ തിക്നെസ്സിനെ നമ്മൾ പറയുന്നതിന് കൂടുതൽ ഇവർ 3 പേരുമാണ് ഈ ആൽവിയോളാർ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളാർ ക്യാവിറ്റി, ആൽവിയോളയുടെ ക്യാവിറ്റിയിൽ കാണുന്ന സ്ക്വാമസ് എപ്പിത്തീലിയം. അതേപോലെ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ഇൻ ദ ആൽവിയോള ആൻഡ് basement substance between them. Okay, the thin squamous epithelium of alveoli, the endothelium of alveolar capillaries and the basement substance between them. പക്ഷെ നമ്മൾ ഇത്രേ ഈ 3 സാധനം പറയുകയാണെങ്കിൽ പോലും ഈ പറയുന്ന നമ്മുടെ എന്താ ഡിഫ്യൂഷൻ മെമ്പറൈൻ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ലെസ് ദാൻ എ മില്ലിമീറ്റർ നമുക്ക് പറയാം. ഒരു മില്ലിമീറ്ററിനേക്കാളും താഴെയായിരിക്കും, ലെസ് ദാൻ എ മില്ലിമീറ്റർ ആണ് ഈ പറയുന്ന ഡിഫ്യൂഷൻ മെമ്പറൈൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 എണ്ണം ഉണ്ടെങ്കിലും അത്ര മാത്രമേ അതിന്റെ ഡിഫ്യൂഷൻ മെമ്പറൈൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. സോ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ഗ്യാസസിന് ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. ഓക്കെ, മെക്കാനിസം, ഇത് നമ്മൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ചെയ്യുന്നതിനെ പറ്റി പറയേണ്ടത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവരുടെ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ മെമ്പറൈനെ പറ്റിയൊക്കെ പറഞ്ഞത്. അത് ഓർത്ത് വെക്കണം. സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളെ, അതേപോലെ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി, ബേസ്മെന്റ് സബ്സ്റ്റൻസ്, അത് ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആണ്. നമുക്ക് ഇന്ന് കുഞ്ഞു ക്ലാസ്സിലെ മുതലേ അറിയാവുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുന്നു. അതാണ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. അതാണ് ബ്രീത്തിങ്ങിന്റെ 2 സ്റ്റേജസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. സോ മസിൽസ് ഇൻവോൾവ്ഡ് ഇൻ റെസ്പിറേഷൻസ് ആണ്. ഇതിനകത്ത് നമ്മുടെ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കണമെങ്കിൽ അതിനകത്ത് നമ്മുടെ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലങ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് മസിൽസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഡൂം ഷേപ്ഡ് ആയിട്ടുള്ള ഡയഫ്രം. ഇവിടെ കാണുന്ന ഇങ്ങനെ ഒരു സി ആകൃതിയിൽ കാണുന്ന ആളാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അയാൾ സഹായിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, ബ്രീത്തിങ്ങിന് സഹായിക്കുന്നുണ്ട്. മസിൽസ് ഇൻവോൾവ്ഡ് ഇൻ റെസ്പിറേഷൻ ആർ ഡയഫ്രം. നെക്സ്റ്റ് ഇന്റർകോസ്റ്റൽ മസിൽസ്, അതായത് നമ്മുടെ റിബ്സിന്റെ ഇടയിൽ കാണുന്ന മസിൽസിനെയാണ് ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുന്നത്. മസിൽസ് ബിറ്റ്വീൻ റിബ്സ് ആണ്, റിബ്സിന് ഇടയിൽ കാണുന്ന മസിൽസ് ആണ് ഇന്റർകോസ്റ്റൽ മസിൽ. അതേപോലെ അബ്ഡോമിനൽ മസിൽസും നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഇല്ലേ, നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് അതിനെ സഹായിക്കുന്നുണ്ട്. ആരൊക്കെ സഹായിക്കുന്നുണ്ട്, ഡയഫ്രം സഹായിക്കുന്നുണ്ട്, ഇൻ റിബ്സിനിടയിൽ കാണുന്ന ഇന്റർകോസ്റ്റൽ മസിൽസ് സഹായിക്കുന്നുണ്ട്, അതേപോലെ അബ്ഡോമിനൽ മസിൽസും സഹായിക്കുന്നുണ്ട്. അതേപോലെ ബ്രീത്തിങ് 2 പ്രോസസ്സാണ്, അല്ലെ 2 സ്റ്റേജസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. സോ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
ഇൻസ്പിറേഷൻ സമയത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടുവോ കുറയുവോ, അതേപോലെ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമോ, അതേപോലെ ഡയഫ്രം റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് എത്തുമോ, ഇന്റർകോസ്റ്റൽ മസിലിന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്നൊക്കെ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻസ്പിറേഷൻ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കിയേ. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് during which atmospheric air is drawn in. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ atmospheric air ഉള്ളിലേക്ക് വരുന്ന പ്രോസസ് ആണ് അല്ലേ. ഇൻസ്പിറേഷൻ can occur if the pressure within the lungs, intrapulmonary pressure is less than the atmospheric air. That is, there is a negative pressure in the lungs with the respect of atmospheric air. ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അറ്റ്മോസ്ഫറിക് പ്രഷർ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. അതേപോലെ ലങ്സ് പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ഉണ്ട് ലങ്സിനുള്ളിലെ പ്രഷർ കുറവുമായിരിക്കണം. അത് അങ്ങനെ തന്നെയാണ് അല്ലേ, ആണോ? ഓക്കെ, ലങ്സിനുള്ളിൽ കുറവായിരിക്കണം. അതായത് ലങ്സിനുള്ളിൽ പ്രഷർ കുറവായിരിക്കുന്ന സമയത്ത് പുറത്ത് കൂടുതലാണെങ്കിൽ പ്രഷർ കൂടിയവിടത്ത് നിന്ന് കുറഞ്ഞവിടത്തേക്ക് എയർ വരും. ഓക്കെ, നമ്മുടെ ഓക്സിജൻ എയറും അതേപോലെ ഇനി നമ്മൾ പാർഷ്യൽ പ്രഷർ പറയുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ്, ലങ്സിൽ എങ്ങനെയാണ്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് അറ്റ്മോസ്ഫിയറിൽ ലങ്സിൽ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാവുകയും അറ്റ്മോസ്ഫിയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലങ്സിൽ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എയർ ഉള്ളിലേക്ക് വരുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടുതലും ലങ്സിനുള്ളിൽ പ്രഷർ കുറവുമായിരിക്കുമ്പോൾ പ്രഷർ കൂടിയവിടത്ത് നിന്ന് കുറഞ്ഞവിടത്തേക്ക് എന്ത് ചെയ്യും, ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറയാറില്ലേ, അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുസരിച്ച് ഇല്ലേ, അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ല, നമ്മുടെ മോളിക്യൂൾസ് ഒക്കെ ഇത് ചെയ്യുന്ന പോലെ അല്ലേ, എന്താ പറയാ, with movement of molecules from the concentration of higher to lower എന്ന് പറയത്തില്ല. അതേപോലെ പ്രഷർ കൂടിയെടുത്തു നിന്ന് കുറഞ്ഞെടുത്തേക്ക് ഈ പറയുന്ന എയർ ട്രാവൽ ചെയ്യും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ ക്യാൻ occur if the pressure within the lungs അല്ലെങ്കിൽ intrapulmonary pressure is less than the atmospheric pressure. That is, there is a negative pressure in the lungs with respect to atmospheric pressure. So inspiration is initiated by the contraction of diaphragm, which increases the volume of thoracic chamber in the anterior posterior axis. അതായത് നമ്മുടെ ഡയഫ്രം ഇങ്ങനെ നോർമൽ പൊസിഷനിൽ ഇരിക്കുന്ന ഡയഫ്രം, ഇങ്ങനെയാണ് ഡയഫ്രം റിലാക്സ്ഡ് സ്റ്റേജിൽ ഇരിക്കുന്നത്. ഈ ഡയഫ്രം എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. ഡയഫ്രം ഒരിടത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഡയഫ്രം ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് contraction of the diaphragm which increases the volume of thoracic chamber in the anterior posterior axis. അപ്പം നമ്മുടെ thoracic chamberന്റെ എന്ത് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും, which increases the volume of thoracic chamber in the anterior posterior axis. അപ്പൊ ഇവിടെ thoracic chamberന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. സോ ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. അപ്പൊ എന്ത് ചെയ്യും, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിലും എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. The contraction of external intercostal muscles lifts up the ribs and sternum, causing an increase in the volume of the thoracic chamber in the dorsoventral axis. അതായത് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് ഇതിന്റെ കൂടെ തന്നെ കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. സോ ദ കൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും, റിബ്സ് അപ്പ് ദ റിബ്സ്. ഈ റിബ്സ് ഇങ്ങനെ കാണുന്ന റിബ്സിനെ ഇങ്ങോട്ടേക്ക് വലിക്കും. ഓക്കെ, അപ്പൊ ഫ്രണ്ടിലേക്ക് റിബ്സ് വരും. നമ്മൾ ശ്വാസം വലിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു. ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേന് അവിടെയുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് റിബ്സിനെ ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നു. ലിഫ്റ്റ്സ് അപ്പ് ദ റിബ്സ് ആൻഡ് സ്റ്റേണം. അതിനോട് ചേർന്ന് വരുന്നത് തന്നെയാണ് സ്റ്റേണം എന്ന് പറയുന്നത്. ഇതിന്റെ മുഖേന എന്തുണ്ടാകുന്നു, ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് thoracic chamber in the dorsoventral axis. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെയാണ് അല്ലെ, പുറകുവശം. അത് വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്. സോ ഇങ്ങോട്ടുള്ള ഒരു വോളിയമും കൂടുന്നു ഇല്ലേ. അപ്പൊ ആദ്യം നമ്മുടെ ഡയഫ്രം കൺട്രാക്ട് ചെയ്ത സമയത്ത് ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം കൂടി, ഇപ്പം ഡോർസോവെൻട്രൽ ആക്സിസിലും വോളിയം കൂടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയും വോളിയം കൂടി, ഇനി ഫ്രണ്ടിലേക്ക് ഇങ്ങനെയും വോളിയം കൂടി എന്ന് പറയാം. എനിക്കതിങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ നേരെ
നേരെയും ഡോർസോവെൻട്രൽ ആക്സിസിലും വോളിയം കൂടി. സോ ഓവറോൾ ഇൻക്രീസ് ഇൻ ദ thoracic വോളിയം causes a similar increase in the pulmonary volume. അപ്പൊ മൊത്തത്തിൽ thoracic വോളിയം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ലങ്സിനുള്ളില് പൾമണറി വോളിയവും ഇതിനോടനുബന്ധിച്ച് കൂടുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പൾമണറി വോളിയം ഡിക്രീസസ് ദ ഇൻട്രാപൾമണറി പ്രഷർ. കറക്റ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ പൾമോണറി വോളിയം കൂടി, അപ്പം പൾമോണറി വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുമല്ലോ. സോ ഇൻട്രാ പൾമോണറി പ്രഷർ കുറയാനായിട്ട് ഇത് കാരണമാകുന്നു, ടു ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ എല്ലാ ഇവന്റ്സും എന്ത് ചെയ്യുന്നു, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പൾമോണറി വോളിയം എല്ലാം കുറയ്ക്കുന്നത് കാരണം അറ്റ്മോസ്ഫിയറിക് വോളിയവുമായിട്ടല്ലേ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളില് എന്ത് ചെയ്യുന്നു, വോളിയം കുറയാൻ കാരണമാകുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യും, വെച്ച് എന്തായിരുന്നു നമ്മളോട്, increase in pulmonary volume decreases the intrapulmonary pressure to less than the atmospheric pressure, which forces the air from outside to move into the lungs. That is inspiration. Okay ആണല്ലോ. സോ ഫസ്റ്റ് ഡയഫ്രം കൺട്രാക്ട് ചെയ്തു, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു. സോ അതിനോടനുബന്ധിച്ച് എന്ത് നടക്കുന്നു, നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് റിബ്സിനെയും സ്റ്റേണത്തെയും ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നു, ലിഫ്റ്റ്സ് അപ്പ്. ലിഫ്റ്റ്സ് അപ്പ് ചെയ്യുന്നു. സോ നമ്മുടെ റിബ്സും സ്റ്റേണവും മാറുന്നതിനനുസരിച്ച് എന്ത് പറ്റുന്നു, ഇവിടെ ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം കൂടുന്നു. ഇത് എന്താ, ഇന്റർകോസ്റ്റൽ മസിൽ റിബും സ്റ്റേണും അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഏത് വോളിയം കൂടുന്നു, ഡോർസോവെൻട്രൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഡോർസോവെൻട്രൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഇത് നമ്മുടെ പൾമോണറി വോളിയത്തെ ഇൻക്രീസ് ചെയ്യിക്കുന്നു, പൾമോണറി വോളിയം കൂട്ടുന്നു അല്ലേ? അല്ല, ഇയാളെ ഒന്ന് മായ്ച്ചു കേട്ടോ. നമുക്ക് ഇപ്പുറത്തൊരു പുതിയൊരു ഇതിനകത്തേക്ക് വരയ്ക്കാം, എഴുതാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പറയാം, ഫോട്ടോ വെച്ച് പറയാം, അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമ്മുടെ ഡയഫ്രം ഇങ്ങനെ ഇരുന്ന ഡയഫ്രം അല്ലെ, ഇങ്ങനെ ഇരുന്ന ഡയഫ്രം കുറച്ച് കൺട്രാക്ട് ചെയ്തു. ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ വീതി കൂടുന്നു. അത് ആന്റീരിയോ പോസ്റ്റീരിയർ രീതിയിൽ വോളിയം ഇൻക്രീസ് ചെയ്യിക്കുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇന്റർകോസ്റ്റൽ മസിൽസ് നമ്മുടെ റിബ്സിനെയും സ്റ്റേണത്തെയും റൈസ് ചെയ്യിക്കുന്നു. അത് ഡോർസോവെൻട്രലി ഉള്ള വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അതിനനുസരിച്ച് തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പൾമോണറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. പൾമോണറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. പൾമോണറി വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. പൾമോണറി പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. സോ പൾമോണറി പ്രഷർ കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലങ്സിനുള്ളിലേക്ക് കയറുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയുമേ ഉള്ളൂ. ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു, ഇന്റർകോസ്റ്റൽ മസിൽസ് അതിനോടനുസരിച്ച് കൺട്രാക്ട് ചെയ്യും, റിബ്സും സ്റ്റേണത്തിനെയും റൈസ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ഇത് ഡോർസോവെൻട്രലിയും അതേപോലെ പോസ്റ്റീരിയോ ആന്റീരിയോ പൊസിഷനിലും നമ്മുടെ തൊറാസിക് ചേംബറിന്റെ വോളിയം കൂട്ടുന്നു. അത് കറസ്പോണ്ടിങ് ആയിട്ട് പൾമോണറി വോളിയം കൂട്ടുന്നു. പൾമോണറി വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിനേക്കാൾ പ്രഷർ കുറവായതുകൊണ്ട് എയർ ഉള്ളിലേക്ക് വരുന്നു. ഓക്കെ ആണല്ലോ.
ഇനി അടുത്തത് എക്സ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. എക്സ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുമ്പോൾ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. ആദ്യം എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ആൽവിയോളർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ആദ്യം ആൽവിയോളയ്ക്കുള്ളിലേക്ക് എയർ വരുന്ന പ്രോസസ് ആണെങ്കിൽ ആൽവിയോളയിലുള്ള എയർ പുറത്തേക്ക് പോകുന്ന പ്രോസസ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. എക്സ്പിറേഷൻ ടേക്സ് പ്ലേസ് വെൻ ദ ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ഹയർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എക്സ്പിറേഷൻ നടക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനനുസരിച്ചാണ് എക്സ്പിറേഷൻ നടക്കുന്നത്. നേരത്തെ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടുതലായതുകൊണ്ട് ഉള്ളിലേക്ക് എയർ വന്നു. അപ്പൊ ഇവിടെ പ്രഷർ വീണ്ടും എന്ത് ചെയ്യണം? പ്രഷർ കൂടിയെങ്കിൽ മാത്രമേ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോവുകയുള്ളൂ. സോ ഈ എക്സ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കണമെങ്കിൽ ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ഹയർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കണം. റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പിറേഷന്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്, നമ്മുടെ ഇൻസ്പിറേഷന്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ എക്സ്പിറേഷന്റെ ആദ്യം ഡയഫ്രം എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആവും ആൻഡ് ഹാർഷ്ഡ് അപ്വേർഡ്. ഓക്കെ, ഡയഫ്രം റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് വരും. അതേപോലെ ഇങ്ങനെ ആർച്ച് പോലെയായി ഇങ്ങനെ ഒരു റാഷ് ഷേപ്ഡ് ആയിരിക്കുന്ന അപ്വേർഡിൽ ഇങ്ങനെ ആർച്ച്ഡ് ഷേപ്പിലേക്ക് വരും. സോ റിബ്സും സ്റ്റേണും ഇന്റർകോസ്റ്റൽ മസിൽ, നമ്മുടെ ഡയഫ്രം റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്റർകോസ്റ്റൽ മസിൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അത് റിബ്സിനെയും സ്റ്റേണത്തെയും റിട്ടേൺ ടു ദ ഒറിജിനൽ പൊസിഷൻ പണ്ടുണ്ടായിരുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. റിലാക്സേഷൻ ഓഫ് ദി ഡയഫ്രം ആൻഡ് ദി ഇന്റർകോസ്റ്റൽ മസിൽസ് റിട്ടേൺ ദ ഡയഫ്രം ആൻഡ് സ്റ്റേണം, ഡയഫ്രം അല്ല റിബ്സ് ആൻഡ് sternum to their normal positions and reduce the thoracic volume. So അപ്പൊ ആദ്യം നമ്മുടെ ഡയഫ്രം കൺട്രാക്ട് ചെയ്തു, റിബ്സ് ഒക്കെ ഇങ്ങനെ ഇന്റർകോസ്റ്റൽ മസിൽസ് റിബ്സും സ്റ്റേണവും വലിച്ചു പൊക്കി കഴിയുമ്പോൾ വോളിയം മൊത്തത്തിൽ കൂടിയായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? തൊറാസിക് വോളിയം ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും. തൊറാസിക് വോളിയം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പൾമണറി വോളിയവും ഡിക്രീസ് ചെയ്യും. പൾമണറി വോളിയം ഡിക്രീസ് ചെയ്യുന്നു. പൾമണറി വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പൾമണറി പ്രഷർ എങ്ങനെയായിരിക്കും? പ്രഷർ കൂടും. കാരണം അവിടെ വോളിയം കുറഞ്ഞു. അപ്പൊ അവിടെ നമ്മുടെ ഗ്യാസിന് പ്രഷർ കൂടുതലായിട്ട് വരും. സോ അവിടെ the intercostal muscles returns the ribs and sternum to their normal position and reduce the thoracic volume and thereby pulmonary volume. Pulmonary volume കുറച്ചു, thoracic volume കുറഞ്ഞു. So pulmonary pressure increase ചെയ്യും. So this leads to an increase in intrapulmonary pressure to slightly above the atmospheric pressure. Atmospheric pressure-നേക്കാൾ കൂടുതലായിട്ട് intrapulmonary pressure ഉണ്ടാകാനായിട്ട് ഇത് കാരണമാകുന്നു. causing the expulsion of air from the lungs, that is expiration. So intrapulmonary pressure കൂടും. അറ്റ്മോസ്ഫിയറിനേക്കാൾ കൂടുന്നതിനനുസരിച്ച് എയർ എന്ത് ചെയ്യും? നമ്മുടെ ലങ്സിനുള്ളിൽ നിന്ന് ആൽവിയോളയിൽ നിന്ന് പുറത്തേക്ക് പോകും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇൻസ്പിറേഷനും എക്സ്പിറേഷനൂടെ ചേരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് കോമൺ ആയിട്ട് പറയുന്നത് അല്ലേ? സോ ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിന്റെ റെസ്പിറേഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത് 12 to 16 ടൈംസ് ആയിരിക്കും. 12 to 16 times per minute ആണ്. The volume of air involved in breathing movements can be estimated by spirometer. Okay. ആ പ്രോസസ്സ് മൊത്തത്തിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സ്പിറേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ റെസ്പിറേഷന്റെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് സാധ്യത എന്ന് പറയുന്നത്? നമ്മുടെ എക്സ്പിറേഷനിലും ഇൻസ്പിറേഷനിലും വരുന്ന ഇവന്റ്സിനെ എടുത്തു വെച്ചിട്ട് ഇത് എപ്പോഴാണ് നടക്കുന്നത്, വേണമെങ്കിൽ മറ്റേ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം അല്ലേ? എക്സ്പിറേഷൻ ടൈമിൽ നടക്കുന്ന ഇവന്റ്സിനെ കുറിച്ച്, ഡയഫ്രം റിലാക്സ്ഡ് സ്റ്റേജിലാകുന്നു, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പൾമണറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. റെസ്പിറേറ്ററി വോളിയംസ്. ഇത് മിക്കപ്പോഴും ഇത് ഒരു ഹോട്ട് ടോപ്പിക് ആണ് അല്ലെ? ഇത് എപ്പോഴും നമുക്ക് മാറിപ്പോവാൻ തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. സോ ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ സുഖമായിട്ട് പഠിക്കാം. അതായത് എന്താണ് ഓരോന്നെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം പഠിക്കുക, അല്ലാതെ കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ടൈഡൽ വോളിയം.
ഓക്കെ, ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. സാധാരണ ഒരു ശ്വസനം അല്ലെ, സാധാരണ ഒരു ശ്വസനത്തില് നമ്മൾ എത്രത്തോളം എയർ ഇൻസ്പയർ ചെയ്യുകയോ, ഒന്നെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്നതിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഒരു നോർമൽ റെസ്പിറേഷൻ, വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml ആയിരിക്കും. ഒരു നോർമൽ ആയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുകയോ എക്സ്പയർ ചെയ്യുകയോ ചെയ്യുന്ന ഒരു 500 ml എയർ ആയിരിക്കും. എ ഹെൽത്തി ക്യാൻ inspire or expire approximately 6000 to 8000 ml of air per minute. ഒരു മിനിറ്റില് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ടിന് 6000 to 8000 ml എയർ ഇൻസ്പയർ ചെയ്യുകയോ എക്സ്പയർ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു നോർമൽ ബ്രീത്തിങ്ങിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുകയോ എക്സ്പയർ ചെയ്യുകയോ ചെയ്യുന്ന എയറിന്റെ വോളിയത്തിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി 50 ml ആയിരിക്കും. ഓക്കെ, ഇനി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പൊ ആ വാക്ക് ഓർക്കുക, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. ഓക്കെ, ഇൻസ്പയർ ആണ് ബൈ എ പോസിബിൾ ഇൻസ്പിറേഷൻ. ഒരു പോസിബിൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ആ അഡീഷണൽ ആയിട്ടുള്ള എയറിനെയാണ് നമ്മൾ IRV അഥവാ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ റെസ്പിറേഷന് ഇത്ര എടുത്തു അല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് പോസിബിളി എത്രത്തോളം എടുക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, IRV അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത് ആവറേജ് 2500 to 3000 ml വരും. ഓക്കെ, അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, ടൈഡൽ വോളിയം വരുന്നുണ്ട്. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് അഡീഷണൽ വോളിയമോ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ പോസിബിൾ ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ വഴി എത്രത്തോളം അഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ IRV എന്ന് പറയുന്നത്. ഇനി XRV എന്തായിരിക്കും? XRV ഇത് തന്നെയാണ്, ആൻ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ പോസിബിൾ എക്സ്പിറേഷൻ. നമുക്ക് അഡീഷണലി എത്രത്തോളം എയർ പുറത്തേക്ക് കളയാൻ പറ്റും അതിനെയാണ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. അതൊരു 1000 to 1100 ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം IRV എന്ന് പറയുന്നത് 2500 to 3000 ആയിരിക്കും. ഇത് ഒരു 1000 to 1100 ml ഒക്കെ ആയിരിക്കും. ERV എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ട് ഉള്ള എക്സ്പിറേഷൻ വഴി പുറത്തേക്ക് കളയാൻ പറ്റുന്ന എയർ. നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നതിന് അത്രയും പുറത്തേക്ക് കളയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് അത്ര കുറവ് വരുന്നത്. സോ ഇനി റെസിഡ്യൂവൽ വോളിയം എന്താണ്? റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ആഫ്റ്റർ എ പോസിബിൾ എക്സ്പിറേഷൻ. നമുക്ക് ഇത്രയും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പുറത്തേക്ക് കളയാൻ പറ്റുന്ന പോസിബിൾ ആയിട്ട് കളയുവാണെങ്കിൽ ERV എന്ന് പറഞ്ഞ ഒരു 1000 ഒക്കെ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോസിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന 2500 ആണെങ്കിൽ, അല്ലെ 3000 വരെ എടുക്കാമെങ്കിൽ നമുക്ക് 1000 വരെ പുറത്തേക്ക് കളയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് എവിടെയായിരിക്കും? നമ്മുടെ ലങ്സിൽ റിമൈനിങ് ആയിട്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ റെസിഡ്യൂവൽ വോളിയം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പോസിബിൾ എക്സ്പിറേഷന് ശേഷവും നമ്മുടെ ലങ്സിൽ റിമൈനിങ് ആയിട്ട് എത്രത്തോളം എയർ ഉണ്ടോ അതിനെയാണ് റെസിഡ്യൂവൽ വോളിയം അഥവാ RV എന്ന് വിളിക്കുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ലങ് കപ്പാസിറ്റീസിനെയാണ് പറയാനുള്ളത്. ലങ് കപ്പാസിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവരെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ബൈ ആഡിങ് എ ഫ്യൂ റെസ്പിറേറ്ററി വോളിയം വി ക്യാൻ derive various pulmonary capacities. ഇതിൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമൽ ആയിട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ അതിനെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് കപ്പാസിറ്റി. ഓക്കെ, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അതായത്
നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പിറേഷൻ കഴിഞ്ഞ് നമ്മൾ സാധാരണ ഒരു റെസ്പിറേഷൻ കഴിയുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ട് എത്രത്തോളം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ അതിനെയാണ് IRV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ്, IRV അല്ല, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് പോസിബിൾ ആയിട്ട് നോർമൽ റെസ്പിറേഷൻ വഴി എടുക്കുന്ന ടൈഡൽ വോളിയം എടുക്കാൻ പറ്റും, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും എടുക്കാൻ പറ്റും അല്ലേ. ആദ്യം നോർമൽ റെസ്പിറേഷൻ വഴി എത്രത്തോളം എടുക്കുന്നു അത് നമ്മുടെ ഉള്ളിലേക്ക് പോകും. നമ്മൾ ഫോഴ്സിബിൾ ആയിട്ട് ഒരു 2500 to 3000 വരെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ, അതും എടുക്കാൻ പറ്റും. സോ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആണ് നമ്മുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നോർമൽ ആയിട്ടുള്ളൊരു ബ്രീത്തിന് ടൈഡൽ വോളിയം നമ്മൾ എടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 500 നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ പറയുന്നത് നോർമൽ ആയിട്ടുള്ള എക്സ്പിറേഷന് ശേഷം പോസിബിൾ ആയിട്ട് എത്രത്തോളം എടുക്കാൻ പറ്റും, ഈ ടൈഡൽ വോളിയവും എടുക്കാൻ പറ്റും, അതേപോലെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പോസിബിൾ ആയിട്ട് എടുക്കുന്ന ആ ഒരു എയറിനെയും നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്തായിരിക്കും? ഇത് തന്നെയാണ്. the volume of air a person can expire after normal respiration. എത്രത്തോളം എയർ ഒരു നോർമൽ ഇൻസ്പിറേഷന് ശേഷം നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, expiratory capacity എന്ന് പറയുന്നത്. This includes tidal volume plus expiratory reserve volume. നമുക്ക് tidal volume എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ട് പുറത്തേക്ക് കളയാൻ, ഇൻസ്പയർ ചെയ്യുകയോ എക്സ്പയർ ചെയ്യുകയോ ചെയ്യുന്ന എയറിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷന് ശേഷം പോസിബിൾ ആയിട്ട് കളയാൻ പറ്റുന്ന ഈ ടൈഡൽ വോളിയവും വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ നോർമൽ എക്സ്പിറേഷന് ശേഷം നമ്മൾ പോസിബിൾ ആയിട്ട് കളയാൻ പറ്റുന്ന എക്സ്പിറേറ്ററി റിസർവ് വോളിയവും വരുന്നുണ്ട്. TV പ്ലസ് ERV ആണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്ന, റെസിഡ്യൂവൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോർമൽ ആയിട്ടുള്ള അല്ല, ഒരു പോസിബിൾ ആയിട്ടുള്ള എക്സ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിൽ എത്രത്തോളം എയർ പിന്നെയും അവിടെ ഉണ്ടോ അതിനെയാണ് റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ. വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമൽ എക്സ്പിറേഷന് ശേഷം എത്രത്തോളം എയർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമോ അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള എക്സ്പിറേഷന് ശേഷം, നോർമൽ ആയിട്ടുള്ള എക്സ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഡൽ വോളിയം ആണ്. അതിനുശേഷം നമുക്ക് പോസിബിൾ ആയിട്ട് കളയാൻ പറ്റുന്ന എക്സ്പിറേറ്ററി റിസർവ് വോളിയം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതേപോലെ റെസിഡ്യൂവൽ വോളിയം, നമ്മൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് എക്സ്പയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും കുറച്ചുണ്ടാവുമല്ലോ റെസിഡ്യൂവൽ വോളിയം, അതും അവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പിറേഷന് ശേഷം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിനുള്ളിൽ കാണുന്ന എക്സ്പിറേറ്ററി റിസർവ് വോളിയവും അതേപോലെ റെസിഡ്യൂവൽ വോളിയവും വരുന്നുണ്ട്. ഇനിയാണ് വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. This includes ERV, TV and IRV. അതായത് നോർമൽ ആയിട്ടുള്ള മാക്സിമം വോളിയം ഓഫ് air a person can breathe in after forced expiration. ഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് എയർ കളഞ്ഞു, ഏകദേശം ഫോഴ്സ്ഡ് ആയിട്ട് കളയുന്നതിന് ERV പോയി, അതിനുശേഷം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താ? maximum volume of air a person can breathe in after a forced expiration. Forced expiration ശേഷം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന എത്രത്തോളം ഉണ്ടായിരിക്കും? ടൈഡൽ വോളിയം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻസ്പിറേറ്ററി വോളിയം അഡീഷണൽ ആയിട്ട് ഉള്ള നമുക്ക് ഉള്ളിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റുന്ന എയർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ERV ഉണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ERV, TV ആൻഡ് IRV. ഓക്കെ, നമ്മൾ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ആണ് ചെയ്തത്. ഫോഴ്സ്ഡ് ആയിട്ടുള്ള എക്സ്പിറേഷൻ ചെയ്തു, പുറത്തേക്ക് കളഞ്ഞു, അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എയർ എന്ന് പറയുന്നത് നമ്മുടെ ടൈഡൽ വോളിയം. നോർമൽ ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും, അതേപോലെ അഡീഷണൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അതുണ്ട്, അതേപോലെ എക്സ്പയർ ചെയ്ത അത്രയും നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ദ മാക്സിമം വോളിയം ഓഫ് എയർ a person can breathe in after a forced expiration. Forced expiration എന്ന് പറഞ്ഞാൽ ERV പുറത്തേക്ക് പോയി, ആ ERVയും കൂടെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതേപോലെ നോർമൽ ആയിട്ടുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള വോളിയം ഉള്ളിലേക്ക് എടുക്കുന്ന IRV എടുക്കാൻ പറ്റും, നോർമൽ ആയിട്ടുള്ള
ടി വി എന്ന് പറയുന്ന ടൈഡൽ വോളിയവും നമുക്ക് എടുക്കാൻ പറ്റും. സോ അതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. The maximum volume of air a person can breathe in after a forced expiration. This includes ERV, TB, and IRV, or the maximum volume of air a person can breathe out after a forced inspiration. Next, total lung capacity എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിന്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് എയർ accommodated in the lungs after the end of a ഫോഴ്സ്ഡ് ഇൻസ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിന് എത്രത്തോളം എയറിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ടൈഡൽ വോളിയം നമുക്ക് എടുക്കാൻ പറ്റും ഇല്ലേ? ടോട്ടൽ വോളിയം ഓഫ് എയർ accommodated in the lungs at the end of ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ആണ്. ഫോഴ്സ്ഡ് ഇൻസ്പിറേഷന്റെ എൻഡിൽ നമ്മുടെ ലങ്സിന് എത്രത്തോളം എയറിനെ ഉൾക്കൊള്ളാൻ പറ്റും? നമ്മൾ നോർമലായിട്ട് എടുക്കാൻ സാധ്യതയുള്ള ടൈഡൽ വോളിയം ഉണ്ട്. അതേപോലെ നമ്മള് ഫോഴ്സ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള എന്താണ് റെസിഡ്യുവൽ വോളിയം അവിടെ ഉണ്ട് ഇല്ലേ? നമുക്ക് അതായത് ഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് കളഞ്ഞാലും കുറച്ച് വോളിയം അവിടെ തന്നെ കാണും. അതേപോലെ ഇത് ERV ആണ് കേട്ടോ. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ERV അതായത് നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് പുറത്തേക്ക് കളയാൻ പറ്റുന്ന ആ വോളിയം ഓഫ് എയറും ഉണ്ട് അല്ലേ? അതായത് ഈ പറയുന്ന സാധനം അല്ലേ? ഇതിനെ ഇപ്പുറത്തോട്ട് വരയ്ക്കാം. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ERV പ്ലസ് TB പ്ലസ് IRV ആണ്. നമുക്കറിയില്ലേ? സോ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലെങ്കിൽ TLV എന്ന് പറയുന്നത് TLC എന്ന് പറയുന്നത് കപ്പാസിറ്റി അല്ലെങ്കിൽ TLC എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യുവൽ വോളിയം ആണെന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണ് അല്ലേ? നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു എയർ ഉണ്ട്. അതേപോലെ ടൈഡൽ വോളിയം നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഫോഴ്സ്ഡ് ആയിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന IRV എന്ന് പറയുന്ന ആ ഒരു വോളിയം നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? അതോടൊപ്പം തന്നെ നമ്മുടെ റെസിഡ്യുവൽ വോളിയം കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി വരുന്നത്. സോ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്ന വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യുവൽ വോളിയം നമുക്ക് പറയാം. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ടുള്ള എക്സ്പിറേഷന് ശേഷമാണ് ഫോഴ്സ്ഡ് ആയിട്ട് കളഞ്ഞ ആ ERV അല്ലെ എക്സ്പിറേറ്ററി റിസർവ് വോളിയവും നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ എടുക്കുന്ന ടൈഡൽ വോളിയവും ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. റെസിഡ്യുവൽ വോളിയം ഉൾപ്പെടെ വൈറ്റൽ കപ്പാസിറ്റി ഉൾപ്പെടെ എല്ലാം കൂടെ വരുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്.